PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിന് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്കിങ്ങിലെ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്, ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്, ക്രെഡിറ്റ് ക്രിയേഷൻ, ഇതൊക്കെയാണ്. നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോവിംഗ് ആണ്. യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, ഇങ്ങനെ 4 ബാങ്കിങ് സിസ്റ്റം ഒരു സൈഡിൽ തന്നിട്ടുണ്ട്. ഇതിന് മാച്ച് ആവുന്ന സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് സൈഡിൽ നിന്ന് സെലക്ട് ചെയ്യണം. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഒരു ലോക്കൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് യൂണിറ്റ് ബാങ്ക്സ്. ഇവിടെ ഇതിന് മാച്ച് ആവുന്നത് എ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് ബാങ്ക് ഓപ്പറേറ്റ്സ് ഓൺ എ ലോക്കൽ സ്കെയിൽ. ബാങ്ക്സ് ലൈക്ക് ദിസ് ആർ യൂഷ്വലി സ്മോൾ ആൻഡ് ഡോണ്ട് ഹാവ് എനി കണക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു സിംഗിൾ യൂണിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യൂണിറ്റ് ബാങ്കിങ്ങിനെ പറയുന്നത് ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നാണ്. യൂണിറ്റ് ബാങ്കിങ് ഒറിജിനേറ്റ് ചെയ്തത് USA-ലാണ്. അപ്പം യൂണിറ്റ് ബാങ്കിങ് മാച്ച് ആവുന്നത് C ആണ്. രണ്ടാമത്തേത് ബ്രാഞ്ച് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ നേരെ വിപരീതമാണ് ബ്രാഞ്ച് ബാങ്കിങ്. ഒന്നിലധികം ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ഡി ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നാണ് ബ്രാഞ്ച് ബാങ്കിങ്ങിനെ പറയുന്നത്. ഇവിടെ മാച്ച് ആവുന്നത് A ആണ്. 1 ബാങ്കർ റൺ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഓഫീസസ്. മൂന്നാമത്തേത് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിഗ്ഗർ ബാങ്ക് യൂണിറ്റ് ബാങ്കുകളുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഈ ബിഗ്ഗർ ബാങ്ക് ഈ യൂണിറ്റ് ബാങ്കുകളുടെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ഏജൻ്റായി ആക്ട് ചെയ്യുന്ന ബാങ്കിനെയാണ് കറസ്പോണ്ടൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ മാച്ച് ആവുന്നത് ബാങ്ക്സ് ആക്ട് ആസ് ഏജൻറ്റ് ഫോർ ഈച്ച് അതർ, D ആണ്. അവസാനത്തേത് ചെയിൻ ബാങ്കിങ് നമുക്കറിയാം, 2 or 3 ബാങ്കുകൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് കൺട്രോൾ ചെയ്യുന്നതിനെ ചെയിൻ ബാങ്കിങ് എന്നും ഒരു ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്യുന്നതിനെ ഗ്രൂപ്പ് ബാങ്കിങ് എന്നുമാണ് പറയുന്നത്. അപ്പം ചെയിൻ ബാങ്കിങ്ങിന് മാച്ച് ആവുന്ന സ്റ്റേറ്റ്മെൻറ്റ് one small group of people is controlling completely or at least majority of 2 or more banks, B ആണ്. ഓപ്ഷൻ നോക്കൂ. ഓപ്ഷനിൽ ഉത്തരം വരുന്നത് C ആണ്. 1 C, 2 A, 3 D, 4 B. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആർ ഡിസൈൻഡ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് കനോട്ട് ബി ഓപ്പൺഡ് വിത്ത് 0 or nominal balances. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കറൻറ്റ് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് കമ്പൈൻ ദ ഫീച്ചേഴ്സ് ഓഫ് കറൻറ്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. ഇൻ ലൈറ്റ് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. മുകളിൽ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആർ ഡിസൈൻഡ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് കനോട്ട് ബി ഓപ്പൺഡ് വിത്ത് 0 or മിനിമൽ ബാലൻസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം BSBDA ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഒരു 0 ബാലൻസ് അക്കൗണ്ടാണ്. മിനിമം ബാലൻസ് വേണ്ട. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണ്, പക്ഷേ അതൊരു മിനിമം ബാലൻസ് അക്കൗണ്ടാണ്. BSBDA കുറിച്ച് നമ്മൾ 2-3 പോയിൻ്റ് എന്തായാലും പഠിച്ചിരിക്കണം. BSBDA എന്ന് പറയുന്നത് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് സേവിങ്സ് അക്കൗണ്ടാണ്, പക്ഷേ മിനിമം ബാലൻസ് വേണ്ട. BSBDAക്ക് ഒരു വർഷത്തെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഒന്നിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്നത് 50,000 രൂപയാണ്. 50,000-ൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ മന്ത്ലി വിത്ഡ്രോവൽ ലിമിറ്റ് 10,000 ആണ്. ചാർജസ് ഒന്നുമില്ലാതെ 4 വിത്ഡ്രോവൽ ATM കാർഡ് അവൈലബിൾ ആണ്. അപ്പം ചാർജസ് ഇല്ലാതെ 4 വിത്ഡ്രോവൽ മന്ത്ലി അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് BSBDA കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. രണ്ടാമത്തേത്, കറൻറ്റ് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് കമ്പൈൻ ദ ഫീച്ചേഴ്സ് ഓഫ് കറൻറ്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അതൊരു ശരിയായ പ്രസ്താവനയാണ്. കാരണം കാസ എന്ന് പറയുന്നത് ഒരു ലോ കോസ്റ്റ് അക്കൗണ്ടാണ്.
ഇത് കറൻറ്റ് അക്കൗണ്ടിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. കറൻറ്റ് അക്കൗണ്ടിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും ബെനിഫിറ്റ് ഈ ഒരു അക്കൗണ്ടിന് കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. അടുത്ത ചോദ്യം ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ്. സേവിങ്സ് ഡെപ്പോസിറ്റ്, കറൻറ്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, 4 തരത്തിലുള്ള ഡെപ്പോസിറ്റ് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ എ tenured deposit account provided by banks or non-bank financial institutions which provides investors a high rate of interest, and B allow customers an opportunity to build up their savings through regular monthly deposits of a fixed sum over a fixed period. C commonly used by businessmen for frequent transactions. D interest bearing accounts with some restrictions on withdrawal. ഇവിടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം, ബിസിനസ് മാൻ അല്ലെങ്കിൽ ട്രേഡേഴ്സ് കോമൺലി യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? അത് കറൻറ്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. അപ്പം രണ്ടാമത്തെ എന്തായാലും സി ആണ്. കോമൺലി യൂസ്ഡ് ബൈ ബിസിനസ് മാൻ ഫോർ ഫ്രീക്വൻറ്റ് ട്രാൻസാക്ഷൻ. കറൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ലിമിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിന് അത് ബെനിഫിറ്റ് ഉണ്ട്. അത് മാത്രമല്ല കറൻറ്റ് അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും കിട്ടും. കറൻറ്റ് അക്കൗണ്ടിനെയാണ് റണ്ണിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തേത് സി ആണ്. ഓപ്ഷനിൽ നോക്കൂ, 2 സി വരുന്നത് ഓപ്ഷൻ എ മാത്രമാണ്. അതായിരിക്കാം ഉത്തരം. ബാക്കി കൂടി നമുക്ക് നോക്കാം. സേവിങ്സ് ഡെപ്പോസിറ്റ്. സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് ഇൻട്രസ്റ്റ് ബിയറിംഗ് അക്കൗണ്ട്സ് വിത്ത് സം റെസ്ട്രിക്ഷൻ ഓൺ വിത്ത്ഡ്രോവൽസ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മറ്റ് പേരുകളാണ് ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ്. ഒരു ഫിക്സഡ് ടൈമിന് ശേഷം അത് കൊടുക്കേണ്ടതാണ്. tenured deposit account provided by banks or non-bank financial institutions which provide investors a high rate of interest. എ ആണ് മാച്ച് ആവുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഹൈ ആണ്. കമ്പയർ ചെയ്യുമ്പം മറ്റ് ഡെപ്പോസിറ്റിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പം കൂടുതൽ ഇൻട്രസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് കിട്ടും. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം പീരീഡ് 7 days ആണ് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക്. കോപ്പറേറ്റീവ് ബാങ്കുകൾക്കാണെങ്കിൽ 15 ദിവസമാണ്. മാക്സിമം ടെനർ എന്ന് പറയുന്നത് 10 വർഷമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. നമുക്കറിയാം നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ടൈം ലയബിലിറ്റി ആണ്. എന്നാൽ മെച്യൂർഡ് ആയ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അത് ഡിമാൻഡ് ലയബിലിറ്റി ആണ്. കസ്റ്റമർ എപ്പോൾ ആവശ്യപ്പെട്ടാലും അത് ബാങ്ക് കൊടുക്കേണ്ടതാണ്. ഇവിടെ നാലാമത്തത് വരുന്നത് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. റെക്കറിംഗ് ഡെപ്പോസിറ്റിന് മാച്ച് ആവുന്നത് ബി ആണ്. അലൗ കസ്റ്റമേഴ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് അപ്പ് ദെയർ സേവിങ്സ് ത്രൂ റെഗുലർ മന്ത്ലി ഡെപ്പോസിറ്റ്സ് ഓഫ് എ ഫിക്സഡ് സം ഓവർ എ ഫിക്സഡ് പീരീഡ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഫിക്സഡ് എമൗണ്ട് മന്ത്ലി എമൗണ്ട് സെയിം ആയിരിക്കും മന്ത്ലി കൊടുത്തു പോകുന്നതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. പിക്മി കളക്ഷൻ ഇതിനൊരു ഉദാഹരണമാണ്. പിക്മി കളക്ഷൻ ആദ്യം കൊണ്ടുവന്ന ബാങ്കാണ് സിൻഡിക്കേറ്റ് ബാങ്ക്. ഇവിടെ ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 ഡി, 2 സി, 3 എ, 4 ബി. അടുത്ത ചോദ്യം, ഒരു അസേഷൻ തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ബാങ്ക്സ് ലീഡ്സ് ടു അൻ ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ ഇൻ ദ എക്കണോമി. റീസൺ, when banks provide loans, the money is deposited back into the banking system, creating additional deposits. From the above assertion and reasoning, choose the most appropriate answer. Option A, both A and R, assertion and reasoning are true and reasoning is the correct explanation of A. Both assertion and reason are true but reason is not the correct explanation of A. Assertion is true but reason is false. D, assertion is false but reason is true. അസേർഷൻ എന്താണ്? ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ബാങ്ക്സ് ലീഡ്സ് ടു അൻ ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ ഇൻ ദ എക്കണോമി. എക്കണോമിയിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ. ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ റീസൺ, വെൻ ബാങ്ക്സ് പ്രൊവൈഡ് ലോൺസ് ദ മണി ഈസ് ഡെപ്പോസിറ്റഡ് ബാങ്ക് ഇൻ ടു ദ ബാങ്കിങ് സിസ്റ്റം ക്രിയേറ്റിംഗ് അഡീഷണൽ ഡെപ്പോസിറ്റ്സ്.
റീസൺ കൊടുത്തിരിക്കുന്നത് ശരിയാണ്. ബാങ്ക് ലോൺസ് കൊടുക്കുമ്പം വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്, വേറൊരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ലോണ് കൊടുക്കുന്നത്. ആ അഡീഷണൽ ഡെപ്പോസിറ്റിനെയാണ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം അസേഷനും റീസണും ഇവിടെ കറക്റ്റാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത ചോദ്യം, underwriting of securities, a function discharged by the commercial bank, is a part of dash function. Underwriting of securities, a function discharged by the commercial bank, is a part of dash function. Options: primary function, agency function, non-profit activity, general utility function. ഏതാണ് ഉത്തരം? അണ്ടർറൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഇത് ഏത് തരം ഫംഗ്ഷനാണ്? ബാങ്കുകളുടെ ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനാണ്. കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ഫംഗ്ഷൻ രണ്ടായിട്ട് തരംതിരിക്കാം, പ്രൈമറി ഫംഗ്ഷൻസും സെക്കൻഡറി ഫംഗ്ഷൻസും. പ്രൈമറി ഫംഗ്ഷൻസിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഗ്രാൻഡിങ് ലോൺസ്. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതും ലോൺ കൊടുക്കുന്നതും ബാങ്കിൻ്റെ പ്രൈമറി ഫംഗ്ഷനാണ്. സെക്കൻഡറി ഫംഗ്ഷൻസിൽ വരുന്നതാണ് ഏജൻസി ഫംഗ്ഷൻസും ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസും. ഏജൻസി ഫംഗ്ഷൻസിൽ ഏതൊക്കെയാണ് വരുന്നത്? ബാങ്ക്, ചെക്ക്, ഡ്രാഫ്റ്റ് ഇതൊക്കെ മാറുന്നത്, അതുപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഇതൊക്കെ എന്താണ്? ബാങ്കുകളുടെ ഏജൻസി ഫംഗ്ഷൻസ് ആണ്. ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ വരുന്നത് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്, ലോക്കർ ഫെസിലിറ്റി, ലീസിങ്, ഫാക്ടറിങ്, LC ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആണ്. അപ്പോൾ അണ്ടർറൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ടാക്സ് കൺസൾട്ടൻസി സർവീസസ്, ഇതൊക്കെ എന്താണ്? ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആണ്. ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ബാങ്കിങ്ങിന് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ആൻ അക്കൗണ്ട് ദാറ്റ് എ ബാങ്ക് ഹോൾഡ്സ് ഇൻ എ ഫോറിൻ കറൻസി ഇൻ അനദർ ബാങ്ക്. ഡാഷ് ഈസ് ആൻ അക്കൗണ്ട് ദാറ്റ് എ ബാങ്ക് ഹോൾഡ്സ് ഇൻ എ ഫോറിൻ കറൻസി ഇൻ അനദർ ബാങ്ക്. നോസ്ട്രോ ബാങ്ക് അക്കൗണ്ട്, വോസ്ട്രോ ബാങ്ക് അക്കൗണ്ട്, ഫ്ലെക്സി അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്. ഉത്തരം ഏതാണ്? ഉത്തരം നോസ്ട്രോ ബാങ്ക് അക്കൗണ്ട്. നോസ്ട്രോ, വോസ്ട്രോ, ലോറോ 3 ഇൻ്റർനാഷണൽ സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഒരു ബാങ്ക് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് ഫോറിൻ കറൻസിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ നോസ്ട്രോ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയും. ഫോറിൻ ബാങ്ക് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ കറൻസിയിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ വോസ്ട്രോ ബാങ്ക് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ തേർഡ് പാർട്ടി ത്രൂ ഒരു ബാങ്ക് മറ്റൊരു രാജ്യത്ത് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അത്തരം അക്കൗണ്ടുകളെ ലോറോ അക്കൗണ്ട് എന്ന് പറയുന്നു. നോസ്ട്രോ, വോസ്ട്രോ, ലോറോ ഈ 3 അക്കൗണ്ടുകളും കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കണം. അടുത്ത ചോദ്യം, ദ കോമ്പിനേഷൻ ഓഫ് ടേം ഡെപ്പോസിറ്റ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഈസ് നോൺ ഡാഷ് അക്കൗണ്ട്. ദ കോമ്പിനേഷൻ ഓഫ് ടേം ഡെപ്പോസിറ്റ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഈസ് നോൺ ഡാഷ് അക്കൗണ്ട്. ഓപ്ഷൻസ്: BSBDA, കാസ, നോസ്ട്രോ, ഫ്ലെക്സി. ഫ്ലെക്സി നമ്മളിപ്പം ഓപ്ഷനിൽ കണ്ടതേയുള്ളൂ. ഉത്തരം ഏത് തന്നെയാണ്? ഉത്തരം ഫ്ലെക്സി അക്കൗണ്ടാണ്. ഫ്ലെക്സി എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും ടേം ഡെപ്പോസിറ്റിൻ്റെയും കോമ്പിനേഷനാണ്. ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം മാത്രമേ നമുക്ക് ക്യാഷ് എടുക്കാൻ കഴിയുകയുള്ളൂ. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ ആവശ്യപ്പെട്ടാലും ബാങ്ക് ക്യാഷ് തരണം. ടേം ഡെപ്പോസിറ്റിൻ്റെയും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും കോമ്പിനേഷനാണ് ഫ്ലെക്സി അക്കൗണ്ട് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും ടേം ഡെപ്പോസിറ്റിൻ്റെയും ബെനിഫിറ്റ് ഈ ഒരു അക്കൗണ്ടിന് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ടേം ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും, ഡിമാൻഡ് ഡെപ്പോസിറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യാം. ഈ 2 ബെനിഫിറ്റും ഈ ഒരു അക്കൗണ്ടിന് ലഭിക്കും. അപ്പോൾ ഫ്ലെക്സി അക്കൗണ്ട് എന്ന് പറയുന്നത് ടേം ഡെപ്പോസിറ്റിൻ്റെയും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും കോമ്പിനേഷനാണ്. അടുത്ത ചോദ്യം, ദ പർപ്പസ് ഓഫ് ഡെപ്പോസിറ്ററി സർവീസസ് റെൻഡേഡ് ബൈ ബാങ്ക് ഈസ്. The purpose of depository services rendered by bank is. Options: collecting deposit, collecting low cost deposit, free transferability of shares, financial inclusion.
എന്താണ് ഇവിടെ ഉത്തരം? ഡെപ്പോസിറ്ററി സർവീസിൽ വരുന്നത് ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്. ഷെയർസിനെ ഇലക്ട്രോണിക് ഫോമിൽ ഫ്രീ ആയി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അത് ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ ആണ് അങ്ങനെ ചെയ്യുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ഫെസിലിറ്റി കൊടുക്കുന്ന 2 സ്ഥാപനങ്ങളാണ് NSDLും CDSLും. ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡെപ്പോസിറ്ററി സർവീസസ് ആണ്. അടുത്തത്, വിച്ച് വൺ ഈസ് കൺസിഡേർഡ് ആസ് ദ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ്? Which one is considered as the low cost deposit? Options: flexi, recurring deposit, derivative deposit, കാസ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കാസ എന്ന് പറയുന്നത് ഒരു ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ്. ഇവിടെ ഉത്തരം വരുന്നത് കാസ. കാസ എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അടുത്ത ചോദ്യം, സെലക്ട് എ റോങ് വൺ ഇൻ കണക്ഷൻ വിത്ത് BSBDA. Select a wrong one in connection with BSBDA. Options: no requirement of minimum balance, no ATM card facility, holders of BSBDA are not eligible for opening of any other savings bank account, account holders are permitted maximum of 4 withdrawals. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ആദ്യത്തേത് നോ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം ബാലൻസ്, അത് ശരിയാണ്. BSBDAക്ക് മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് ഇല്ല. രണ്ടാമത്തേത് നോ ATM കാർഡ് ഫെസിലിറ്റി, ഇത് തെറ്റാണ്. ATM കാർഡ് ഫെസിലിറ്റി BSBDAക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത് ഹോൾഡേഴ്സ് ഓഫ് BSBDA ആർ നോട്ട് എലിജിബിൾ ഫോർ ഓപ്പണിംഗ് ഓഫ് എനി അതർ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, അത് ശരിയാണ്. BSBDA അക്കൗണ്ട് ഉള്ളവർക്ക് ആ ബാങ്കിൽ വേറെ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല. അക്കൗണ്ട് ഹോൾഡേഴ്സ് ആർ പെർമിറ്റഡ് മാക്സിമം ഓഫ് 4 വിത്ഡ്രോവൽസ്, ചാർജസ് ഇല്ലാതെ മന്ത്ലി 4 വിത്ഡ്രോവൽസ് മാത്രമാണ് അലൗഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. തെറ്റായ പ്രസ്താവന നോ ATM കാർഡ് ഫെസിലിറ്റി എന്നതാണ്. അടുത്ത ചോദ്യം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ. ഓപ്ഷൻസ്: ബാങ്ക്, NBFCS, ഇൻഷുറൻസ് കമ്പനി, മ്യൂച്വൽ ഫണ്ട്സ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ LC ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? ബാങ്കാണ്. അതായത് ഇമ്പോർട്ടേഴ്സ് ബാങ്കാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണെന്ന് ഒരു പ്രാവശ്യം CSEB എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്യാരണ്ടിയാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ബാങ്കിങ്ങിൻ്റെ 1ാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും CSEB എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്